എന്താടോ, എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത്? നിനക്കൊന്നും ബോധല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചില ആളുകളൊക്കെ അവര് ദേഷ്യം പിടിച്ച് ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴാണ് ഇത് കേൾക്കാറുള്ളത്. നമ്മൾ ഇത് ദേഷ്യം പിടിക്കുമ്പോൾ മാത്രം ബോധം പോകുന്നതല്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ നമ്മൾ ബോധത്തോടു കൂടി ചെയ്തിട്ടുണ്ട്? നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ബെഡിലിരുന്ന് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും. ഈ സെൽഫ് ഇവാലുവേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? ഞാൻ ആരൊക്കെയാണ് എൻ്റെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഞാൻ ഇനി നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്തുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം പോലെയാണ് പോകുന്നത്. നമുക്ക് തന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് നമ്മൾ നിത്യവും ജീവിച്ചു പോകുന്നത്. ആ ഒരു ബോധം നമ്മളിലേക്ക് എപ്പോൾ കൊണ്ടുവരുന്നോ, പൂർണ്ണമായിട്ടും നമ്മൾ എപ്പോൾ സെൽഫ് അവെയർ ആവുന്നോ, ആ സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ ഗ്രോ ചെയ്യാനും നമുക്ക് സക്സസിലേക്ക് ഉയരാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ.